കണ്ണൂർ പയ്യന്നൂരിൽ വീട് കുത്തിത്തുറന്ന 80 പവൻ സ്വർണം മോഷ്ടിച്ചു. പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിൽ ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങൾ നൽകും. സുനിൽ, എപ്പോഴാണ് ഈ മോഷണ വിവരം വീട്ടുകാരറിയുന്നത്? പ്രതികളെ തിരിച്ചറിയാനായിട്ടുണ്ടോ? മോഷണ വിവരം ഇന്ന് പുലർച്ചെയാണ് വീട്ടുകാർ അറിഞ്ഞത്. ഇന്നലെ രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ വലിയ മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ ഒരു പോലീസിന്റെ നിഗമനം. ഇന്നലെ രാത്രി പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. അതിനിടയിലായിരിക്കാം മോഷ്ടാക്കൾ വീടിനകത്ത് കയറുകയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. ഇരുനില വീടാണ്. ഈ വീടിൻ്റെ താഴത്തെ നിലയിലാണ് സുഹറയും സുഹറയുടെ ഭർത്താവും താമസിക്കുന്നത്. മുകൾ നിലയിൽ മകളും മകളുടെ ഭർത്താവും മക്കളുമാണ് താമസിക്കുന്നത്. സുഹറയുടെ ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഹറയാണ് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തെ നിലയിൽ ആളുകളില്ല. മുകൾ നിലയിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. എന്തായാലും ഈ താഴത്തെ നിലയിലെ മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കളുടെ സംഘം അകത്ത് കയറുന്നത്. അതിനുശേഷം 2 മുറികളിലായി ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ഏതാണ്ട് 80 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ചൊരു പരിശോധനയും മറ്റും നടത്തി വരികയാണ്. ഇതിൻ്റെ മുകൾ നിലയിൽ താമസിച്ചിരുന്ന മകളും മരുമകനും രാവിലെ എണീറ്റ് വരുമ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് 2 മുറിയിൽ നിന്നായി മോഷണം നടന്ന വിവരം അറിഞ്ഞിരിക്കുന്നത്. ഈ 2 മുറിയിൽ ഒരു മുറിയിൽ കമ്പിപ്പാരയും മറ്റൊരു മുറിയിൽ വടിവാൾ പോലെ ഒരു ആയുധവും കിടപ്പുണ്ട്. അത് മോഷ്ടാക്കൾ ഉപേക്ഷിച്ചതാണെന്നാണ് കരുതുന്നത്. എന്തായാലും സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധരും അടക്കമുള്ള ആളുകൾ പരിശോധന നടത്തി വരുന്നുണ്ട്.